BSP തമിഴ്നാട് അധ്യക്ഷൻ കെ ആംസ്ട്രോങ്ങിൻ്റെ കൊലപാതകത്തിൽ പ്രതികളെ റിമാൻഡ് ചെയ്തു. 15 ദിവസത്തേക്കാണ് എഗ്മോർ കോടതി റിമാൻഡ് ചെയ്തത്. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, കൂടുതൽ അപ്ഡേറ്റ്സ്. ഇന്നിപ്പോൾ രാവിലെയാണ് എഗ്മോർ കോടതിയിൽ, അതായത് കൊലപാതകം കഴിഞ്ഞ് ഏകദേശം 3-4 മണിക്കൂറുകൾ കൊണ്ട് തന്നെ 8 പ്രതികളെയും പോലീസ് പിടികൂടിയിരുന്നു. ഈ പ്രതികളെ ഇന്നിപ്പോൾ രാവിലെ എഗ്മോർ കോടതിയിൽ ഹാജരാക്കുകയും 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പുഴൽ ജയിലിലേക്കാണ് പ്രതികളെ മാറ്റിയിട്ടുള്ളത്. അതായത് ഒരു ഗുണ്ടാ കുടിപ്പക അതുമായി ബന്ധപ്പെട്ട് നടന്ന കൊലപാതകം എന്ന അർത്ഥത്തിൽ തന്നെയാണ് എന്തായാലും പോലീസ് ഈ കേസ് ഇപ്പോഴും മുൻപോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ BSPയുടെ പ്രവർത്തകരും BSPയുടെ നേതാക്കളും ഒക്കെ പറയുന്നത് രാഷ്ട്രീയ കൊലപാതകമാണ്, അതുകൊണ്ടാണ് CBI അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തണമെന്നുള്ള കാര്യമാണ്. എന്തായാലും അത് ആ വഴിക്ക് നീങ്ങുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് സെമ്പിയത്താണ്, അതായത് പെരമ്പൂരിലെ സെമ്പിയം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെയാണ് ആംസ്ട്രോങ്ങിൻ്റെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിനായി വെച്ചിരിക്കുന്നത്. നമ്മൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആളുകൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 1000-ഓളം പോലീസുകാരാണ് പെരമ്പൂർ മേഖലയിൽ മാത്രം ഈ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുള്ളത്. BSPയുടെ ദേശീയ അധ്യക്ഷ മായാവതി ഏകദേശം 11 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്കാരം സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങളുണ്ട്, സംസ്കാര സ്ഥലം സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങളുണ്ട്. മദ്രാസ് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് ഭവാനി സുബ്ബരായനാണ് ഈ കേസ് ഇപ്പോൾ പരിഗണിക്കുന്നത്. അതായത് ഇവിടെ അടുത്തുള്ള പെരമ്പൂർ അടുത്തുള്ള BSPയുടെ ഓഫീസിൻ്റെ പരിസരത്ത് സംസ്കാരം നടത്താൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയാണത്. ആ ഹർജി ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് മദ്രാസ് ഹൈക്കോടതി. ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം വരേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്കാര സമയവും അതുപോലെ തന്നെ സ്ഥലവും കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കേസ് അല്പസമയത്തിനകം കേസിലൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കും. മനീഷ് മൂർത്തി.